സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് നമുക്ക് 23-ാം സങ്കീർത്തനം ആദ്യ വാക്യം വായിച്ച് കേൾക്കാം. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവിൽ പ്രിയരെ, 23-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അതിൽ ആദ്യ വചനമാണ് നാം വായിച്ചു കേട്ടത്. യഹോവ അഥവാ ദൈവമായ കർത്താവ് എൻ്റെ ഇടയനാവുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് എന്ന രാജാവ് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് തനിക്ക് മുട്ടുണ്ടാവുകയില്ല അഥവാ കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതെന്ന് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. എൻ്റെ സൗഖ്യത്തിന് മുട്ടുണ്ടാവുകയില്ല, കാരണം അവിടുന്ന് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എനിക്ക് നേതൃത്വത്തിന് അഥവാ എന്നെ നിയന്ത്രിക്കുവാൻ, എന്നെ നടത്തുവാൻ, എനിക്കൊരു നടത്തിപ്പിന് ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല, കാരണം തിരുനാമനിമിത്തം അവിടുന്ന് തന്നെ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എനിക്ക് ഏകാന്തത ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സഹിത്വത്തിന് മുട്ടുണ്ടാവുകയില്ല എന്നാണ്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നാണ്. എല്ലായ്പ്പോഴും ദൈവിക കൂട്ടായ്മ അഥവാ സാന്നിധ്യം എന്നെ പിന്തുടരുമെന്ന് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകാന്തത നേരിടുകയില്ല. അവിടുന്ന് എല്ലായ്പ്പോഴും തൻ്റെ ദൂതന്മാരെ എനിക്ക് കാവലായി അണച്ചിരിക്കുന്നുവല്ലോ. എനിക്ക് ആശ്വാസത്തിന് കുറവുണ്ടാവുകയില്ല അഥവാ മുട്ടുണ്ടാവുകയില്ല. എന്തെന്നാൽ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് ഭക്ഷണപാനീയങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല, കാരണം അവിടുന്ന് നടത്തുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ കിടത്തുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുകയാണ്. നല്ല മേച്ചലുള്ള, തുടർന്ന് നല്ല പാനീയമുള്ള ഇടത്തേക്കൊക്കെ അവിടുന്ന് നടത്തുന്നത് കൊണ്ട് ഭക്ഷണപാനീയങ്ങൾക്ക് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് മാനസികോല്ലാസം അഥവാ സന്തോഷം, അതിനൊരു കുറവും ഉണ്ടാകുകയില്ല, കാരണം അവിടുന്ന് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്ന് പറയുവാൻ കാരണം അതാണ്. എൻ്റെ മനസ്സും ഹൃദയവും എല്ലായ്പ്പോഴും മാനസികോല്ലാസം കൊണ്ട് നിറയും. എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല, അഥവാ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. 4-ാം വാക്യം നാം വായിച്ചാൽ പ്രതിസന്ധികളുടെ മധ്യേ കൂരിരുൾ താഴ്വര എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രതിസന്ധികളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ, അത് രോഗമാകാം, വ്യാധിയാകാം, മറ്റു പല തരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ, ആ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, അഥവാ എനിക്ക് നിർഭയവാസമുണ്ടാകുമെന്നർത്ഥം. ഏറ്റവും ഒടുവിലായി എനിക്ക് നിത്യത അഥവാ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം, നിത്യജീവൻ, അതിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. ദൈവസന്നിധിയിൽ നിത്യതയിൽ ആയിരിക്കുന്ന അനുഭവം, നിത്യജീവൻ പ്രാപിക്കുന്ന അനുഭവം, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അഥവാ ഒരു ഭക്തൻ്റെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ
ലോകരക്ഷകനെ അഥവാ യേശുവിനെ, യഹോവയായ ദൈവത്തെ, നല്ല ഇടയനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഈ നന്മകളെല്ലാം ആ മനുഷ്യനെ പിന്തുടരുവാനിടയാകും. ആമേൻ.